ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ജയറാമിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടുപോകാനായി ഇന്ദ്രജ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും നന്ദിനി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും മീനാക്ഷിയുടെ മനസ്സ് മാറുകയാണ്. എൻ്റെ ദൈവമേ വിട്ട് ഞാൻ എങ്ങോട്ടേക്കും വരില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ ദേഷ്യത്തോടെ ഇന്ദ്രജ മീനാക്ഷിയെ ശപിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങുന്ന കാർത്തിയെയാണ്. നീ ഇത്രയും വേഗം തന്നെ ജോലിക്ക് തിരികെ പോവുകയാണോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, വല്യമ്മാവൻ ആ ജയിലിൽ നിന്നും എങ്ങനെ മരണപ്പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ ഉടവാള് അത് എവിടെ പോയെന്നാണ്. എന്താണെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും. അത് കൊണ്ടുപോയത് ആരാണെങ്കിലും ഞാൻ അവരെ ഒരിക്കലും വെറുതെ വിടാനേ പോകുന്നില്ലെന്നും കാർത്തി ദേഷ്യത്തോടെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് സാവിത്രി. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ആ ഉടവാള് എത്രയും വേഗം കണ്ടെത്താനും അതിൻ്റെ പിന്നിലുള്ളവരെ കൈപ്പിടിയിൽ ഒതുക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തി സാവിത്രിയുടെ കാൽക്കൽ വീഴുമ്പോൾ പെട്ടെന്ന് ഭയത്തോടെ പിന്നിലേക്ക് മാറി നിൽക്കുകയാണ് സാവിത്രി. എന്താ അമ്മേ, എന്തു പറ്റിയെന്ന് കാർത്തിയും മീനാക്ഷിയും ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് സാവിത്രി ടെൻഷനോടെ നിൽക്കുകയാണ്. ഉടവാളെടുത്തത് സാവിത്രിയാണെന്ന് തെളിയുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.